മുംബൈ നഗരം ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ നമുക്കൊന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ബഡ്ജറ്റിൽ ഇന്ത്യ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്ര ഇപ്പം അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് പകലിൽ അഹമ്മദാബാദിലെത്തി അഹമ്മദാബാദിൽ ഗുജറാത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോ കിട്ടണമെങ്കിൽ നമ്മളെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടി കഴിഞ്ഞാൽ ഓരോ വീഡിയോ നിങ്ങൾക്ക് വരും. അല്ലെങ്കിൽ നമ്മളെ ചാനലിൽ ചെക്ക് ചെയ്യുക. ഗുജറാത്ത് കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ അഹമ്മദാബാദ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൈകുന്നേരം 7 മണിയായപ്പോഴേക്കും എത്തി. ഇവിടെ നിന്ന് 3 ട്രെയിന് വൈകുന്നേരങ്ങളിൽ പോകുന്നുണ്ട്. ഒന്ന് 8:35-ന്, രണ്ടാമത്തെ 10:50-ന്, മൂന്നാമത്തെ 10:55-ന്. അതിന് 10:50-ന് പോകുന്ന ഗുജറാത്ത് മെയിൽ എന്ന വണ്ടിക്കാണ് നമ്മൾ കയറിയത്. ഈ വണ്ടി അല്ലാത്ത 8:35-ന് വണ്ടിക്ക് നിങ്ങൾക്ക് പോകാം. എന്തിനു പോയാലും പുലർച്ചെ 4:10-നെത്തും. ഇത് 6:15-ന് രാവിലെ അവിടെ എത്തുന്നതാണ്. ഈ ട്രെയിനിൽ വന്നാൽ നമുക്ക് രാത്രിക്കത്തെ ഉറക്കം ട്രെയിനിൽ അങ്ങനെ കഴിഞ്ഞു പോകും. അഹമ്മദാബാദ് ജംഗ്ഷൻ ടു ദാദർ വെസ്റ്റേൺ റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് 150 രൂപ ജനറൽ ടിക്കറ്റിനും 320 രൂപ സ്ലീപ്പർ ടിക്കറ്റിനും വരും. അപ്പം ആ ഭാഗം ക്ലിയറായി. ബാക്കി ഞാൻ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദാദർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗേറ്റ് ഓഫ് ഇന്ത്യ, താജ് ഹോട്ടൽ, അങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്ക് കാണേണ്ട. ഹാജി അലി ദർഗയൊക്കെ നമുക്ക് പോകാൻ ഇവിടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്നും ആദ്യം ഞങ്ങൾ വണ്ടി വിളിച്ചു പോകുന്നത് മുംബൈയിലെ ജാതി മത ഭേദമന്യേ എല്ലാവരും സിയാറത്ത് ചെയ്യുന്ന ഒരു മതസൗഹാർദ്ദത്തിന്റെ ഇടമായ മാഹീൻ ദർഗയിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പം മാഹീൻ ദർഗയിലേക്ക് ഇവിടുന്ന് ഏകദേശം 5-6 കിലോമീറ്റർ ആണുള്ളത്. ഓട്ടോ വിളിച്ച് പോവുകയാണെങ്കിൽ 80 രൂപ മുതൽ 100 രൂപ വരെ അവർ ചാർജ് ഈടാക്കും. ആദ്യം പറഞ്ഞുറപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബസ് മാർഗം പോവുകയാണെങ്കിൽ 5-15 രൂപയാകും. വെസ്റ്റേൺ ബസ്സിലാണ് നിങ്ങൾ പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ മാഹീൻ ദർഗയുടെ മാഹീൻ സിറ്റിയിലെത്തിയിരിക്കുകയാണ്. ഈ സിറ്റിയുടെ പേരും ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ പേരൊക്കെ മാഹീൻ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും മാഹീൻ ദർഗ, മാഹീൻ സിറ്റി, അങ്ങനെ ഒക്കെ മാഹീൻ എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുന്നത്. പണ്ട് കാലം മുതലേ അറിയപ്പെട്ട ഒരു സ്ഥലമാണിത്. ഓക്കെ, ഞാൻ ഈ യാത്രയുടെ റൂട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റിയ രൂപത്തിൽ പറയുകയാണെങ്കിലും ഞങ്ങളിപ്പോൾ വന്നത് എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് വരണമെങ്കിൽ കമൻറ്റ് ബോക്സ് അറിയിച്ചാൽ ഞാൻ അതിനുള്ള സജ്ജീകരണമൊക്കെ നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. ചെറിയ റേറ്റിൽ ഇതൊക്കെ വന്ന് പോകാവുന്നതാണ്. അങ്ങനെ മാഹീൻ ദർഗയുടെ കമാനത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. മെയിൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പം നമ്മളുള്ളത്. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത സൂഫി വര്യനും ഇസ്ലാമിക പണ്ഡിതനുമായിരുന്ന ഹസ്രത്ത് മഖ്ദൂം അലി മാഹിമി റളിയല്ലാഹു അൻഹു തങ്ങളുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു നിർമ്മിതി നിർമ്മിച്ചത്. 1372-ൽ മുംബൈയിലാണ് ഈ മഹാനവർകൾ ജനിച്ചത്. മാഹിമി തങ്ങൾ വെറുമൊരു സൂഫി വര്യൻ മാത്രമായിരുന്നില്ല. അക്കാലത്തെ അറിയപ്പെട്ട ഒരു വലിയ പണ്ഡിതനും വിശുദ്ധ ഖുർആനിന് എഴുതിയ വ്യാഖ്യാനങ്ങൾ ആഗോളതലത്തിൽ തന്നെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടും ഉണ്ടായിരുന്നു. മാത്രവുമല്ല, അക്കാലത്ത് മാഹിമിലെ കാസിയും, അതായത് ന്യായാധിപൻ കൂടിയായിരുന്നു എന്ന് ചരിത്രത്താളുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. ഓരോ പരാതിയും അവിടുത്തെ മുന്നിൽ വരുമ്പോൾ നീതിപൂർണമായ ഇടപെടലുകൾ നടത്തി അദ്ദേഹം ജനങ്ങളുടെ ഹൃദയം കവർന്നു. 1431-ൽ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷമാണ് ഈ ദർഗ നിർമ്മിക്കപ്പെട്ടതെന്ന് അറിയപ്പെടുന്നു. ഇനിയും ഇവിടുത്തെ ചരിത്രങ്ങൾ ധാരാളം നമുക്ക് പറയാനുണ്ട്. അത് പിന്നീടൊരു സമയത്ത് നമുക്ക് പറയാം വിശദീകരിച്ച്. ഇവിടെ നിന്നും നമുക്ക് ഇനി പോകേണ്ടത് ഹാജി അലി ദർഗയിലേക്കാണ്. ഏകദേശം കോസ്റ്റൽ റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ 11 കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ നിന്നും ഊബർ വിളിക്കുകയാണെങ്കിൽ 250 രൂപയും ടാക്സി ഓട്ടോ വിളിക്കുകയാണെങ്കിൽ 150 രൂപയും അവർ ഈടാക്കുന്നുണ്ട്. കടലിലൂടെ നിർമ്മിച്ച ബാദ്രാവല്ലി സീ ലിങ്കും അതുപോലെ തന്നെ പുതിയ കോസ്റ്റൽ റോഡുകളും കണക്ട് ചെയ്ത് ഈ 2 ദർഗകൾക്കിടയിൽ നമുക്ക് വളരെ പെട്ടെന്ന് 20 മിനിറ്റിൻ്റെ ഉള്ളിൽ സഞ്ചരിച്ച് തീർക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കറക്റ്റ് സമുദ്രത്തിലൂടെ തന്നെയാണ്. ഇതുപോലെ ഒരുപാട് പാലങ്ങൾ സമുദ്രത്തിലൂടെ നിർമ്മിച്ചത് നമുക്ക് ബോംബെയിൽ നിന്നും കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഹാജി അലി ദർഗയുടെ ഏകദേശം അടുത്തെത്തി. ഇവിടെ നമ്മൾ നമ്മുടെ വാഹനം പാർക്ക് ചെയ്തു. നിങ്ങൾ ടാക്സി ആണെങ്കിൽ ഇവിടെ ഇറങ്ങുക, അവർക്കറിയാൻ കഴിയും. അങ്ങനെ ആ കാണുന്ന നേരെ അണ്ടർപാസിലേക്ക് നമ്മൾ ഇറങ്ങി. അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഇങ്ങനെ ഹാജി അലി ദർഗ എന്നൊരു ബോർഡ് കണ്ടു. അത് നമ്മൾ അവിടെ നിന്നാണ് വരുന്നത്, കണ്ടില്ലേ? നമ്മൾ ഇപ്പോൾ വരുന്ന അണ്ടർപാസിലൂടെയാണ്. മുകളിലൂടെ ഹൈവേ പോകുന്നുണ്ട്. അങ്ങനെ നേരെ വന്ന് ഹാജി അലി ദർഗ എന്ന ബോർഡിനനുസരിച്ച് ഞങ്ങൾ ആ സ്റ്റെപ്പ് കയറി. ഇപ്പുറത്തേക്ക് എത്തിയപ്പോൾ ദർഗയിലേക്കുള്ള നല്ല ഒരു നീളൻ വഴി ഞങ്ങൾ കണ്ടു. ഇതിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര. ഒരുപാട് കച്ചവടങ്ങളും അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡുകളും ഈ വഴിയിൽ യഥേഷ്ടം നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ സമുദ്രത്തിലൂടെ ഇവിടെ ഒരു ഫുട്പാത്ത് കെട്ടിയതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഇത് ഈ സമയങ്ങളിൽ, അതായത് ഞങ്ങൾ ഇവിടെ എത്തിയ സമയം ഏകദേശം 10 മണിയുടെ അടുത്ത ടൈമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം ഇവിടെ വെള്ളം വല്ലാതെ കയറിയിട്ടില്ല. കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ വീണ്ടും ഒരു തുരങ്കം നമുക്ക് കാണാം. ഇതും ഒരു അണ്ടർപാസ് ആണ്. മുകളിലൂടെ ഹൈവേ ഓടുന്നു. കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ കറക്റ്റ് സമുദ്രത്തിലൂടെ നല്ല നീണ്ടു നിവർന്ന ഒരു ഫുട്പാത്ത് ഉണ്ട്. ഈ ഫുട്പാത്തിലെ നമ്മൾ ഏത് സമയത്തും വീഡിയോയിലും മറ്റൊക്കെ കാണുന്ന പോലെ വെള്ളം കയറാറില്ല. വെള്ളം കയറി വരുന്നൊരു സമയമുണ്ട്. സമുദ്രത്തിൽ വെള്ളം വേലി ഇറക്കവും ഉള്ള സമയം.
വേലി കയറ്റമുള്ള സമയത്ത് ഈ ഫുഡ് ബാത്തിൽ ഏകദേശം നമ്മുടെ മുട്ടിന് മുകളിൽ വെള്ളം കയറാറുണ്ട്. ചില സമയങ്ങളിൽ അതിലേറെ കയറും. എന്നാലും ദർഗയിൽ വെള്ളം കയറില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മൾ ദർഗയുടെ കമാനത്തിന്റെ മുന്നിലെത്തി ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇവിടെ ദർഗയ്ക്കുള്ളിലും ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ വടാപ്പാവ് എന്ന് പറഞ്ഞ ഒരു സാധനം വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് ചെന്നു. ഇതിന് ഏകദേശം ഒരു 50 രൂപയാണ് ഡബിളിന് അവർ വാങ്ങുന്നത്. 2 ബോണ്ടയും ഒരു പാവിൻ്റെ ഇടയിൽ പൊതിഞ്ഞ് കുറച്ച് മുളകും ചമ്മന്തിയും ചേർത്ത് അവർ നമുക്ക് തരും. ഓക്കെ, ഇതൊക്കെ ബോംബെയിലെ ഫുഡുകളിൽ പെട്ട ഒരു ഫുഡ് തന്നെയാണ്. അതിൻ്റെ വിശദീകരണമൊക്കെ പിന്നെ തരുന്നുണ്ട്. അങ്ങനെ ഇതാണ് ഹാജി അലി ദർഗ, മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം എന്നല്ലാതെ എന്ത് പറയാൻ. ഇതിൻ്റെ ഈ കൊത്തുപണികളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. അതിൻ്റെ പിൻവശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു സമുദ്രം കാണാം. ദർഗയുടെ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ദർഗയിലേക്ക് എത്തുവാൻ വേണ്ടി ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഒരു ഫുഡ് ബാത്ത് മാത്രമാണ് ഉള്ളത്. ഒരു 12 മണി 1 മണി ശേഷം ഇവിടെ വരികയാണെങ്കിൽ, ഉച്ചയ്ക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ വെള്ളം ധാരാളം മുകളിലേക്ക് കയറാറുണ്ട്. ചില സമയങ്ങളിൽ സന്ദർശകരെ കയറ്റാറുമില്ല. 15-ാം നൂറ്റാണ്ടിൽ, അതായത് 1431 ജീവിച്ചിരുന്ന പ്രശസ്തനായ സൂഫി വര്യനും അതിലുപരി വലിയൊരു സമ്പന്നനായ വ്യാപാരിയുമായിരുന്ന പീർ ഹാജി അലി ഷാ ബുഹാരിയുടെ സ്മരണാർത്ഥമാണ് ഈ ദർഗ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മാർബിൾ കൊണ്ടുള്ള കനമുള്ള കല്ലുകൾ വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. കാഴ്ചക്ക് തന്നെ ഒരു ഭംഗി. മഹാനവറുകൾ ഉസ്ബെക്കിസ്ഥാനിലെ ബുഹാറയിൽ നിന്നുമാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അവിടെ നിന്നും ഒരു ലോകം ചുറ്റിക്കറങ്ങുവാനുമുള്ള യാത്രക്കിടയിൽ മുംബൈയിൽ എത്തിപ്പെടുകയാണ് ഉണ്ടായത്. മുംബൈയിലെത്തിയതിന് ശേഷം തൻ്റെ സമ്പത്തെല്ലാം പാവപ്പെട്ടവർക്കും മറ്റുമൊക്കെ കൊടുത്ത് അതെല്ലാം ഉപേക്ഷിച്ച് കൂടുതൽ ആത്മീയതയിൽ ഊന്നിയ ജീവിതത്തിലേക്ക് വഴിമാറുകയായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇവിടെയുള്ള എല്ലാ നിർമ്മിതികളും നിർമ്മിച്ചിരിക്കുന്നത്. വെള്ള മാർബിളിൽ തീർത്ത മനോഹരമായ മിനാരങ്ങളും താഴികക്കുടങ്ങളും ഇതിൻ്റെ പ്രത്യേകതയായി ഒരു ഭംഗി കൂട്ടുന്നതായി നമുക്ക് തോന്നും. തീർത്ഥാടന കേന്ദ്രം കരയിൽ നിന്നും ഏകദേശം സമുദ്രത്തിലേക്ക്, അതായത് അറബിക്കടലിലേക്ക് 500 മീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ കാണിച്ചു തന്നല്ലോ. കടലിലൂടെയാണ് ഇവിടേക്ക് യാത്ര. ഇവിടേക്ക് വരുന്നൊരു വേലിയേറ്റവും വേലിയിറക്കും നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. വേലിയേറി നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ആരെയും പ്രവേശിക്കില്ല. ഹാജി അലി ദർഗയിലേക്ക് ഞാൻ കൂടുതലും വന്നത് പകൽ സമയത്ത് ആയതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. നിങ്ങളും കഴിയുന്നതും ഒരു 12 മണിക്ക് മുന്നായിട്ട് എത്താൻ നോക്കുക. ഹാജി അലി ദർഗയിൽ നിന്നും നമ്മൾ പുറത്തേക്കിറങ്ങി വാഹനമെടുത്ത് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് സമുദ്രത്തിൻ്റെ അടിയിലൂടെ, അതായത് അറബിക്കടലിൻ്റെ അടിയിലൂടെ ഉണ്ടാക്കിയ ഒരു തുരങ്കപാതയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇത് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് മുംബൈ നഗരത്തിൽ വന്നാൽ ഒരുപാട് അത്ഭുത കാഴ്ചകൾ കാണാൻ കഴിയും. മലകൾ തുറന്നു മാത്രമല്ല, വലിയ സമുദ്രങ്ങൾ തുറന്നും പാതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഇവിടെ നിന്ന് നമ്മൾ പുറപ്പെടുന്നത് ഇന്ത്യ ഗേറ്റ് കാണാനും അതുപോലെ തന്നെ താജ് ഹോട്ടൽ കാണാനും അനുബന്ധ വിഷയങ്ങളൊക്കെ കാണാനാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ തന്നെ ചെയ്യുന്നതാണ്. ഫോളോ ചെയ്ത് കൂടെ അടുത്ത വീഡിയോയിൽ കാണാം.